സിറാജ് പത്രത്തിൽ ചർച്ച ഇലക്ഷന്റെ ശേഷം വന്നു. പല നേതാക്കളെ സംബന്ധിച്ച് സുന്നി നേതാക്കളല്ല, രാഷ്ട്രീയ നേതാക്കള് എന്താ പരാജയപ്പെടാൻ കാരണോ? അതിൽ പങ്കെടുത്ത് കോൺഗ്രസ് നേതാവായ എം എം കുഞ്ഞഹമ്മദ് ഹാജി അയാൾ പറഞ്ഞു, മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമല്ല, സോണിയാഗാന്ധി തന്നെ പറഞ്ഞാലും AP സുന്നിക്ക് സ്കൂളില്ല എന്ന ധിക്കാരത്തിലുള്ള തിരിച്ചടിയാണ് ലീഗിന്റെ പരാജയം. എം എൻ കുഞ്ഞഹമ്മദ് ഹാജി എന്നിട്ട് പറഞ്ഞു, മജീദിനെ നിർത്തിയപ്പോഴും മറ്റേ നിർത്തിയപ്പോഴും ഒക്കെ ഞാൻ അവരെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു, പക്ഷേ അവരാരും അത് ചെവിക്കൊണ്ടില്ല. നോക്ക് നിങ്ങള്, നമ്മൾ ചെയ്ത തെറ്റെന്താണ്? ലീഗിനെ നമ്മൾ എതിർത്തിട്ടില്ല, സമ്മേളനത്തിൽ പോകരുത് എന്ന് വിലക്കെത്തിയപ്പോ നമ്മൾ പറഞ്ഞു അത് ചെയ്യരുത്. എന്തുകൊണ്ട്? ഇതൊരു മതസംഘടനയാണ്, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങൾക്ക് വേണ്ട എല്ലാരും വേണ്ടി വരും, എല്ലാരും സഹകരിപ്പിക്കണം, അപ്പോൾ പറ്റൂല, നടപടി എടുക്കും. അങ്ങനെ വല്ലാതെ ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു, എന്നാലേ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങളെ രാഷ്ട്രീയത്തിൽ കൂടിയാൽ ആഹൃത്ത് കിട്ടിക്കോണമെന്നില്ല, ദീൻ ആഹൃത്തുക്കുള്ളതാണ്. എന്താ അങ്ങനെ? അപ്പൊ ഒരു കൂട്ടുപാടും ലീഗും ദീനും ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അത് ശരിയല്ല. എന്തുകൊണ്ട്? ലീഗിൽ രാമുണ്ടാകും, ദീനില് ഉണ്ടാകൂല. ലീഗിൽ ശിങ്കാരിമേള ഉണ്ടാകും, ദീനിൽ കൂട്ടുപ്രാർത്ഥനയുള്ളേ. ലീഗിൽ കള്ളു മാസാക്കും, ദീനിൽ ഔലുക്കോസറാണുള്ളത്. ലീഗിൽ അതുപോലെ ആണും പെണ്ണും കൂടിക്കരയും, ദീനിൽ ഉണ്ടാകൂല. അത് രണ്ടും പറ്റൂല. അങ്ങനെയാണ്. അതുകൊണ്ടോ എന്നാ പഴയ കാലത്ത് മാപുഗീതങ്ങളൊക്കെ സമസ്തന്റെ അന്നത്തെ മാപുഗീതങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ ദീനിന് മുൻതൂക്കം കൊടുത്ത് രാഷ്ട്രീയത്തിന് 2ാം നമ്പറായി കണ്ടിരുന്ന കാലമായിരുന്നു. അന്ന് കൂട്ടുപ്രാർത്ഥനയുടെ കൂടിയാണ് യോഗങ്ങൾ ആരംഭിച്ചത്. അന്ന് ഏതെങ്കിലും ലീഗിന്റെ പരിപാടിക്ക് ശിങ്കാരിമാരുണ്ടായിരുന്നോ? വേണ്ടാത്തങ്ങളുണ്ടായിരുന്നോ? MES-ഉമായിട്ട് മന്ദം വിട്ടുക്കെന്ന് സമസ്ത തീരുമാനിച്ചെന്തിനാണ്? കോഴിക്കോട് പെണ്ണുങ്ങളെ പങ്കെടുപ്പിച്ചിട്ട് ഒരു പരിപാടി MES സംഘടിപ്പിച്ചു. അത് ദീനി വിരുദ്ധമാണ്, സുന്യാസിത്തിനെതിരാണ്, അതുകൊണ്ട് വിട്ടു നിൽക്കണോ? ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളോട് പറഞ്ഞു, തങ്ങൾ വിട്ടുന്നു, ലീഗും വിട്ടുന്നു. ഇതൊന്ന് പഴയ ലീഗ്, പുതിയതാണെങ്കിലോ നല്ല അനുശാസികമായതും ചെയ്യുന്നു. അപ്പൊ ഇത് പറഞ്ഞപ്പം രാഷ്ട്രീയ പാർട്ടിയാണ്, കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയാണ്, മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാണ്, PDP MDP ഒക്കെ രാഷ്ട്രീയ പാർട്ടിയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പാർട്ടി വേണ്ട. പിന്നെ സ്ത്രീപ്പെട്ടിമാരെ തീരെ വേണ്ട നിൽക്കാൻ പറ്റൂല. സ്ത്രീപ്പെട്ടിയുടെ സാധനം എന്താണ്? കുപ്പായത്തിനും തുണിന്റെയും ചുളി നീരണമെങ്കിൽ വേണ്ടി വരും, ഉറപ്പല്ലേ? പക്ഷെ എത്ര ചുളിഞ്ഞ തുണിക്കുപ്പായ ആയിക്കോട്ടെ, ആ തുണിന്റെ ചുളി ഇങ്ങനെ നിർത്തണമെങ്കിൽ സ്ത്രീപ്പെട്ടി ചൂടാക്കി ഇങ്ങനെ വെച്ചുകൊടുത്താൽ ചുളി ഇങ്ങനെ നീരും. ഏത് പഴയ തുണി പുതിയതായി വരും. പക്ഷെ ആ സ്ത്രീപ്പെട്ടി കൊണ്ട് 75 വയസ്സായ വല്യമാനെ മുണ്ട നിർത്താൻ തിരിഞ്ഞാലോ അപകടം ഉണ്ടാവും, അല്ലേ? ഈ തുണിന്റെ ഒക്കെ തുണിഞ്ഞപ്പോഴേ കമ്പം പിടിച്ച വല്യപ്പ എന്ത് ചെയ്തു പറയുന്നത്? ഏതായാലും ഇപ്പൊ നമ്മക്കല്ലേ വല്യപ്പ വല്യമ്മയൊക്കെ, വല്യപ്പൊക്കെ വല്യമ്മ പുജണ്ണന്നെ. അപ്പൊ അതോട് എന്ത് ചെയ്തു? ഈ വല്യമ്മ അങ്ങനെ കടന്നുറങ്ങിയപ്പോ ചുളിഞ്ഞ മുണ്ടന് കണ്ടപ്പോഴേ ഓൻ പറക്കാൻ കൊണ്ടുവന്ന കാരക്കന്റെ മാതിരി ആ ഒന്നാൾ ശരിയാക്കി കാണാൻ തീരുമാനിച്ചു. ഇസ്ത്രീപ്പെട്ടി ചൂടാക്കിയിട്ട് പതുക്കെ കൊണ്ടിട്ട് 3 മണി വെച്ചു ചെയ്യാൻ ആംബ്ലേറ്റ് അടിച്ചമാരും പോരൂലേ വല്യമാന്റെ മുണ്ട. ഇതുവരെയാണ് ഇസ്ത്രീപ്പെട്ടി എന്ന് പറഞ്ഞാൽ. അതെന്തേ? ചുളി മാറിയ വാണം തുണിക്കുപ്പായത്തിന്റെയും. പക്ഷെ വല്യമാന്റെ മൂത്തക്ക് വേണ്ട. ഇതുപോലെ ദീനിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം വേണ്ട. അവൻ മർക്കസിന്റെ പരിപാടി നടക്കുമ്പോ അവിടെ നമ്മൾ കുഞ്ഞാലിക്കുട്ടിനെ വിളിച്ചും, പിണറായി വിജയനെയും വിളിക്കും, അച്യുതാനന്ദൻ ചിലപ്പം വിളിക്കും, രാജഗോപാലും ചിലപ്പം വരും, TKMC ചിലപ്പോൾ കൂട്ടത്തിലുണ്ടാകും, അതോടൊപ്പം തന്നെ വീരേന്ദ്രകുമാർ ഉണ്ടാകും, മോയിൻകുട്ടിയും ചിലപ്പോൾ ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്? നമുക്ക് പ്രത്യേകമായിട്ട് പാർട്ടിയില്ല. മാക്കാൻ ഇബ്രാഹിം യഹൂദിയും വരാൻ അസറാനിയ ഒരാൾക്കും കാണാൻ ഇപ്പം മുസ്ലിമാ. നമ്മളങ്ങനെ അടുത്തും വലുതൊന്നുമല്ല. നമുക്ക് കാര്യം കിട്ടണം, ദീനി പ്രവർത്തനത്തിന് തടസ്സം വരരുത്, അവർക്ക് അങ്ങനെ പോണം. അതിനാര് തടസ്സം വരണോ അത് നീക്കണം. അത് നീക്കാൻ വേണ്ടി പറ്റിയ ആൾക്കാരൊക്കെ വിളിക്കേണ്ടിരുന്നു ഉറപ്പഞ്ഞല്ലേ. അതുകൊണ്ട് അവർക്ക് എല്ലാവരും വന്നില്ലേ. അതുകൊണ്ട് തന്നെയാണല്ലോ മോയിൻകുട്ടി വന്നത്, അതുകൊണ്ടാണല്ലോ വീരേന്ദ്രകുമാർ കെട്ടിക്കാൻ പൈസ ഏൽപ്പിച്ചാൽ മന്ത്രിച്ചു വാങ്ങിയത്. അതുപോലെ തന്നെയല്ലേ TKMC വന്നു. അതെന്നെ വളരെ അപ്പൊ കണ്ടോ ആകാശം പൊഞ്ഞാടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പരനൽക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. ആ ബുദ്ധിമുട്ടുണ്ടാക്കി മാത്രല്ല, നമ്മളെ പണ്ഡിതന്മാർക്കും അംഗന്മാർക്കും എതിരിൽ എന്ത് ആരോപണം വന്നോ അതൊക്കെ നന്നാക്കി കൊടുക്കാൻ ഒരു പത്രം ഉപയോഗിച്ചു. ആൾക്കാർ മാത്ര വിഷമുണ്ട്. ചന്ദ്രിക പത്രം അത് ശരിക്കും സുന്നി വിരുദ്ധമായി പ്രവർത്തിച്ചു. നബിദിനത്തിന്റെ ന്യൂസ് പോലും കൊടുക്കാതെ സുന്നികൾ വിഷമിപ്പിച്ചു. EKSMകാർ മരിച്ച ഫോട്ടോ ഏതോ റെയിൽവേ ട്രാക്കിൽ അനാഥമായി കിടക്കുന്ന അജ്ഞാത ജഡം പോലെ ഭീകര ഫോട്ടോ കൊടുത്തു. ഇതൊക്കെ നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചു. ഇപ്പോ ഈ അടുത്ത് നോക്കുന്നത് ഇടമുട്ടത്ത് കടന്ന സംവാദം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ സംവാദത്തില് മുജാഹിദ് പറ്റ തോറ്റ് പാളീസായി പോയതാണ്. എന്നിട്ടോ ആ സംവാദത്തിന് ന്യൂസ് പോലും കൊടുത്തതില് ചന്ദ്രിക പത്രം കൊടുത്ത എന്താ നിങ്ങള്? സുന്നി മുജാഹിദ് സംവാദം തടസ്സപ്പെടുത്തി. ISM എടമുട്ടം യൂണിറ്റും SSF കാരായ്മ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ എടമുട്ടം ബ്യൂട്ടി ഗാളിൽ നടന്ന സുന്നി മുജാഹിദ് സംവാദം കാന്തപുരം സുന്നി വിഭാഗം തടസ്സപ്പെടുത്തി എന്ന് സംവാദം അലങ്കോലപ്പെടുത്തിയതിനെ തുടർന്ന് നിർത്തിവെച്ചു എന്ന് റിപ്പോർട്ട് അറിയിച്ചു.
ഇങ്ങനെയുണ്ട്. ആ കേസറ്റ് കണ്ട എല്ലാവർക്കും അറിയാം, സംഭവത്തിൽ പോയ നമുക്കൊക്കെ അറിയാം. ഉണ്ടായത് മുജാഹിദ് കള്ളത്തരം വായിച്ച പുസ്തകം കയ്യോടെ പിടികൂടി, കുഴപ്പമായി. പോലീസുകാരടക്കം ഉള്ളിൽ ഫുൾ സംവാദം ശ്രദ്ധിച്ചുകൊണ്ടുണ്ട്. 4-5 പോലീസുകാർ ഹിന്ദുക്കളാണ്. അവരടക്കം പറഞ്ഞു ഇത് തമ്മടുത്താണ്. ഇതുകൊണ്ട് കളവ് വായിച്ച കളവ് സുന്നികൾ കയ്യോടെ പിടികൂടി. എന്നിട്ട് പറഞ്ഞു, അപ്പൊ നമ്മൾ പോലീസുകാരോട് പറഞ്ഞു, സാറേ തൊണ്ടി സൈഡ പിടികൂടിയത്, ചുരുങ്ങിയത് 23 മണിക്കൂർ റിമാൻഡിൽ വെക്കാനുള്ള പരിപാടി ഒക്കെ ഇവിടെ ഉണ്ട്. കാരണം ആ പോലീസുകാർ ശരിയാ, നമ്മൾ എന്തിനാ പറഞ്ഞിട്ടുള്ളൂ, ആ വായിച്ചത് കളവാണെന്നൊന്ന് തെറ്റ് സമ്മതിക്കണം, എന്നിട്ട് എടുത്ത് പറഞ്ഞാൽ മതി. സലാഹിന്റെ എണീറ്റ് മൈക്കിൽ നിൽക്കുന്നാല് ഇതെന്റെ സമയമാണ് എന്നിങ്ങനെ പറയാ ചെയ്ത് അയാളെ കുളത്തൂർ മൈക്കിന്റെ അടുത്ത് പോയിട്ട് 6 സമയം കുഴപ്പമില്ല, ഇത് സമ്മതിച്ചിട്ട് അടുത്ത് പറയണോ, നമ്മൾ അങ്ങോട്ടും പറഞ്ഞ് അങ്ങനെ ഒരു സമ്മതിക്കൂല തെറ്റി പറഞ്ഞ്. അങ്ങനെ മധ്യസ്ഥന്മാര് മുജാഹിദിനെ മധ്യസ്ഥനടക്കം പറഞ്ഞ എന്താ, ഞങ്ങൾ വായിക്കണം, ഞാൻ വായിച്ചോളാം.